വൃശ്ചികം 1 മുതൽ ആരംഭിച്ച മണ്ഡലകാലം 41-ാം ദിവസം ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന മണ്ഡലപൂജയോടെയാണ് സമാപിക്കുക. ഭഗവാന്റെ സന്നിധാനത്തിൽ അന്ന് ഭക്തജന തിരക്കേറും. ശബരിമലയിലെ മണ്ഡലപൂജാവേളയിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. 1973 തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് നടക്കി വച്ചതാണ് 450 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. ഡിസംബർ 22 രാവിലെ 7-നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെടുന്നത്. ഡിസംബർ 25 ഉച്ചയ്ക്ക് 12:30 തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. അവിടെ ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യമുണ്ട്. വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തി ശബരിമലയിൽ ദീപാരാധന. ഡിസംബർ 26 11:30 തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ. അന്നേ ദിവസം രാത്രി 10 മണിക്ക് മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നടയടയ്ക്കൽ. പിന്നീട് ഡിസംബർ 30 വൈകിട്ട് 5-നാണ് നട തുറക്കുന്നത്. അന്ന് പ്രത്യേക പൂജകളൊന്നുമില്ല. ഭക്തജന സാന്നിധ്യം അറിയിക്കും. തുടർന്ന് മേൽശാന്തി ആഴിതെളിയിക്കും. ഡിസംബർ 31 പുലർച്ചെ 3 മണിക്ക് മകരവിളക്ക് പൂജകൾക്ക് തുടക്കം കുറിക്കും. 2025 ജനുവരി 11-നാണ് എരുമേലി പേട്ടതുള്ളൽ. രാവിലെ അമ്പലപ്പുഴ സംഘം, ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട്ട് സംഘം. ജനുവരി 12-ന് പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. ജനുവരി 13-ന് പമ്പ വിളക്ക്, പമ്പ സദ്യ. ജനുവരി 14-ാം തീയതി തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിലെത്തും. മകരസംക്രമ പൂജ വൈകിട്ട് 6:30. തിരുവാഭരണം ചാർത്തി ദീപാരാധന, മകരജ്യോതി ദർശനം. അന്നേ ദിവസം രാത്രി മാളികപ്പുറം മണിമണ്ഡപത്തിൽ കളമെഴുത്ത്, മാളികപ്പുറത്ത് നിന്നുള്ള എഴുന്നള്ളത്ത്. ജനുവരി 15-ന് വൈകിട്ട് 4-ന് അമ്പലപ്പുഴ സംഘത്തിൻ്റെ കർപ്പൂരാഴി എഴുന്നള്ളത്ത്. വൈകിട്ട് 5-ന് ആലങ്ങാട് സംഘത്തിൻ്റെ താലം എഴുന്നള്ളത്ത്. രാത്രി മാളികപ്പുറം മണിമണ്ഡപത്തിൽ കളമെഴുത്ത്, മാളികപ്പുറത്ത് നിന്നുള്ള എഴുന്നള്ളത്ത്. ജനുവരി 16-ന് വൈകിട്ട് 5 മണിക്ക് രാജപ്രതിനിധിക്ക് സന്നിധാനത്ത് വരവേൽപ്പ്. മാളികപ്പുറം മണിമണ്ഡപത്തിൽ കളമെഴുത്ത്. രാത്രി മാളികപ്പുറത്ത് നിന്നുള്ള എഴുന്നള്ളത്ത്. ജനുവരി 17-ന് മാളികപ്പുറം മണിമണ്ഡപത്തിൽ കളമെഴുത്ത്. രാത്രി മാളികപ്പുറത്ത് നിന്നുള്ള എഴുന്നള്ളത്ത്. ജനുവരി 18 തീർത്ഥാടന കാലത്ത് നെയ്യഭിഷേകം പൂർത്തിയാകുന്നു. രാജപ്രതിനിധിയുടെ കളഭാഭിഷേകം. മാളികപ്പുറം മണിമണ്ഡപത്തിൽ കളമെഴുത്ത്. രാത്രി മാളികപ്പുറത്ത് നിന്ന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത്. ജനുവരി 19 തീർത്ഥാടകർക്കുള്ള ദർശനം രാത്രി 10 മണി വരെ മാത്രം. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മാളികപ്പുറത്ത് ഗുരുതി. ജനുവരി 20-ന് രാവിലെ 5 മണിക്ക് തിരുവാഭരണത്തിൻ്റെ മടക്ക ഘോഷയാത്ര. രാജപ്രതിനിധിയുടെ അയ്യപ്പ ദർശനം. 6:30-ന് മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി നടയടയ്ക്കൽ, താക്കോൽ കൈമാറ്റം. അതോടുകൂടി ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിക്കും.